ഹായ് ഫ്രണ്ട്സ്, സ്റ്റഡി റൂമിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എടുക്കുന്ന കേട്ടറ്റിന്റെ ക്ലാസ് ആണ്. അഡോളസെൻസും അവയുടെ ക്യാരക്ടറിസ്റ്റിക്സും ആണ് ഇന്ന് എടുക്കുന്നത്. നമുക്കറിയാം, അഡോളസെൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പീരീഡ് ഓഫ് ട്രാൻസിഷൻ ഫ്രം ചൈൽഡ്ഹുഡ് ടു അഡൽട്ട്ഹുഡ്. അതായത് ഒരു 13 വയസ്സ് തൊട്ട് 19 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് നമ്മുടെ അഡോളസെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, പീരീഡ് ഓഫ് ട്രാൻസിഷൻ. അടുത്ത് പീരീഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, സ്റ്റോം ആൻഡ് സ്ട്രെയിൻ. ഇത് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള സ്റ്റാൻലി ഹാൾ പറഞ്ഞിട്ടുള്ള ഡെഫിനിഷനാണ്. അതുപോലെ പീരീഡ് ഓഫ് റാപ്പിഡ് ഫിസിക്കൽ ആൻഡ് ബയോളജിക്കൽ ചേഞ്ച്, പീരീഡ് ഓഫ് കൺഫ്യൂഷൻ, ടെൻഷൻ, ഫ്രസ്ട്രേഷൻ ആൻഡ് ഇൻസെക്യൂരിറ്റി. ഇറ്റ് ഈസ് എ പീരീഡ് ഓഫ് ടെമ്പററി ഇൻസാനിറ്റി. ഇത് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഹോളിംഗ്ബർത്ത് പറഞ്ഞതാണ്. ഇൻസാനിറ്റി എന്ന് പറഞ്ഞാൽ ബുദ്ധിഭ്രമമാണ്. അതായത് ഈ ഒരു കാലഘട്ടത്തിലാണ് അഡോളസെൻസ് ഡ്രഗിനും ആൽക്കഹോളിസത്തിനും അഡിക്റ്റാകുന്നത്. പിന്നെ സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു കാലഘട്ടം ജെനിറ്റൽ സ്റ്റേജ് ആണെന്നാണ്. എറിക് എറിസൺ പറഞ്ഞിരിക്കുന്നത് പീരീഡ് ഓഫ് ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. പിന്നെ പീരീഡ് ഓഫ് ഹോമോസെക്ഷുവാലിറ്റി ആൻഡ് ഹെട്രോസെക്ഷുവാലിറ്റി. ഇതൊക്കെയാണ് അഡോളസെൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. തുടർന്ന് അങ്ങോട്ട് അഡോളസെൻസിന്റെ ഡെവലപ്മെന്റ്സിനെ പറ്റി പറയുന്നുണ്ട്. അപ്പം കൂടുതൽ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് പഠിക്കാം. ആദ്യം തന്നെ ഫിസിക്കൽ ഡെവലപ്മെന്റ് നമുക്ക് നോക്കാം. ഈ ഒരു കാലഘട്ടത്തിൽ അഡോളസെൻസിന്റെ ഹൈറ്റും വെയിറ്റും ഇൻക്രീസ് ചെയ്യും. അതുപോലെ ബോയ്സിന്റെയും ഗേൾസിന്റെയും സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് കാണാൻ തുടങ്ങും. ബോയ്സിലാണെങ്കിൽ അവയുടെ വോയിസ് ഷാർപ്പാവും. അതുപോലെ തന്നെ അപ്പിയറൻസ് ഓഫ് ദി പ്യൂബിക് ഫേഷ്യൽ ആൻഡ് ബോഡി ഹെയർ, ജെനിറ്റൽ ഓർഗൻസ് ഇൻക്രീസ് ഇൻ സൈസ്. ഇതൊക്കെയാണ് ബോയ്സിന്റെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി ഗേൾസിന്റെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഗ്രോത്ത് ഓഫ് ബ്രസ്റ്റ്, വൈഡനിങ് ഓഫ് ദി പെൽവിസ് ആൻഡ് മെൻസ്ട്രേഷൻ സ്റ്റാർട്ട്. ഈ ഒരു കാലഘട്ടത്തിൽ മെൻസ്ട്രേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. ഇതൊക്കെയാണ് ഫിസിക്കൽ ഡെവലപ്മെന്റ്. ഇനി നമുക്ക് ഇമോഷണൽ ഡെവലപ്മെന്റ് നമുക്ക് നോക്കാം. ഈ ഒരു കാലഘട്ടത്തിലാണ് ഇമോഷണൽ ഡെവലപ്മെന്റ് ഫൈനൽ സ്റ്റേജിലെത്തുന്നത്. ഹൈപ്പനിക് ഓഫ് ഇമോഷൻസ് ലൈക്ക് ആങ്സൈറ്റി, ഫിയർ, ലവ്, ആങ്കർ എക്സെട്ര. അഡോളസൻസ് ആർ നോട്ട് ഇൻകൺസിസ്റ്റന്റ് ഇൻ ദെയർ ഇമോഷണൽ എക്സ്പ്രഷൻ. ഈ ഒരു കാലഘട്ടത്തിൽ അവരുടെ ഇമോഷണൽ എക്സ്പ്രഷൻ കൺസിസ്റ്റന്റ് ആയിരിക്കില്ല. അതായത് ഒരു സമയത്ത് ഹാപ്പി ആയിരിക്കുന്ന അവര് പെട്ടെന്ന് തന്നെ അവരുടെ മൂഡ് ചേഞ്ച് ചെയ്യും. അതുപോലെ സെൽഫ് റെസ്പെക്ട്, സെൽഫ് കോൺഷ്യസ്നെസ് ആൻഡ് പേഴ്സണൽ പ്രൈഡ് ഈ ഒരു കാലഘട്ടത്തിൽ കൂടുതലായിട്ട് അവർക്കുണ്ടാവും. അതുപോലെ ദേ എക്സിബിറ്റ് ടെൻഡൻസി ഓഫ് ഇൻസബോർഡിനേഷൻ എലോങ് വിത്ത് ഷോ പൊളൈറ്റ്നെസ്. ഈ ഒരു സമയത്ത് അവര് എല്ലാത്തിനെയും എതിർക്കാനും ഒരു ടെൻഡൻസി കാണിക്കും. അതുപോലെ തന്നെ അവര് പൊളൈറ്റ് ആയിട്ട് പെരുമാറുകയും ചെയ്യും. ഇനി നമുക്ക് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിനെ പറ്റി പഠിക്കാം. ഈ ഒരു കാലഘട്ടത്തിലാണ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റും ഫൈനൽ സ്റ്റേജിലെത്തുന്നത്. ഈ ഒരു സമയത്ത് ഇന്റലക്ച്വൽ പവേഴ്സ് ലൈക്ക് ക്രിട്ടിക്കൽ തിങ്കിങ്, ലോജിക്കൽ തിങ്കിങ് ആൻഡ് അബ്സ്ട്രാക്ട് റീസണിങ് ഡെവലപ്പ് ചെയ്യും. അതുപോലെ തന്നെ സ്പാൻ ഓഫ് കോൺസെൻട്രേഷൻ, ഡെപ്ത് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ഫങ്ഷനിങ് ഓഫ് ദി മെമ്മറിയും ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ് എബിലിറ്റീസും ഇൻക്രീസ് ചെയ്യും. അതുപോലെ ഫൈൻ ഇമാജിനേഷൻ ഡെവലപ്പ് ചെയ്യും. അതുപോലെ തന്നെ അഡ്വഞ്ചറിനെ ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഒരു കാലഘട്ടം. ഇനി നമുക്ക് സോഷ്യൽ ആൻഡ് മോറൽ ഡെവലപ്മെന്റ് നോക്കാം. ഈ ഒരു സമയത്ത് ദേ വാണ്ട് ടു മോൾഡ് ദർ ബിഹേവിയർ അക്കോർഡിംഗ് ടു ദ നോംസ് ഓഫ് സൊസൈറ്റി. സൊസൈറ്റിയിൽ അക്സെപ്റ്റൻസ് ലഭിക്കാൻ വേണ്ടി അവർ അവരുടെ ക്യാരക്ടർ മോൾഡ് ചെയ്യും. അതാണ് അവരുടെ സോഷ്യൽ ആൻഡ് മോറൽ ഡെവലപ്മെന്റ് പറയുന്നത്. ഇതോടെ അഡോളസൻസിന്റെ ഡെവലപ്മെന്റിനെ പറ്റിയുള്ള ക്ലാസ് അവസാനിച്ചു. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാൻ വേണ്ടി ആ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.